വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫേസോസ്കാർക്ക് ലേഖനം 6-ാം അധ്യായം 10 മുതലുള്ള ദൈവവചനം. നമ്മൾ എല്ലാ വ്യാഴാഴ്ചകളിലും ഏകദിന ശുശ്രൂഷ ആരംഭിക്കുന്നത് 91-ാം സങ്കീർത്തനം ചൊല്ലിക്കഴിഞ്ഞ് ഈ സങ്കീർത്തനം ചൊല്ലിക്കൊണ്ടാണ്, ഈ ഒരു വചനഭാഗം പ്രാർത്ഥിച്ചുകൊണ്ടാണ്. ആ വചനഭാഗത്തിൻ്റെ തലക്കെട്ട് ആത്മീയ സമരം എന്നതാണ്. ആത്മീയ സമരം. ഒത്തിരി പേര് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരു വചനഭാഗം കൂടിയാണ്. അത് ബാക്കി എല്ലാവരെയും അച്ഛൻ പ്രബോധിപ്പിക്കുകയാണ്. ഈ ഒരു വചനഭാഗം എല്ലാ ദിവസവും വായിച്ച് ഈ വചനത്തിൻ്റെ അഭിഷേകം ആത്മീയ ജീവിതത്തിൽ സ്വീകരിക്കുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഉപകാരപ്രദമായൊരു കാര്യമാണ്. ആത്മീയ സമരം. അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ. ഇതൊരുമിച്ച് പറയാവോ? അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ. നമ്മുടെ ആത്മീയ ജീവിതം അതൊരു പോരാട്ടമാണ്. നമ്മുടെ ആത്മീയ ജീവിതം ഒരു സമരമാണ്. നമുക്കറിയാം, തിരുസഭയെ 3 തലങ്ങളിലുള്ളവരുടെ കൂട്ടായ്മയായിട്ട് ഇങ്ങനെ പറയാറുണ്ട്. തിരുസഭ 3 തലങ്ങളിലുള്ളവരുടെ കൂട്ടായ്മയാണ്. അതൊരു സഭയാണ് സമരസഭ. ഒരു സഭയെ വിജയസഭ എന്ന് പറയും. ഒരു സഭ സഹനസഭയാണ്. ഈ വിജയസഭ എന്ന് പറയുന്നത് ആരാണ് വിജയസഭയിൽ വിടുന്നവർ? അത് വിശുദ്ധരാണ്, സ്വർഗവാസികളാണ്. ഈ ലോകത്തായിരിക്കുമ്പോൾ തിന്മയുടെ അരൂപികളോട്, ശരീരത്തിൻ്റെ ദുരാശകളോട്, കണ്ണുകളുടെ ദുരാശകളോട്, ജീവിതത്തിന് അഹന്തയോട് പടപൊരുതി അതിൽ വിജയം നേടി അവസാന ശ്വാസം വരെ ഈശോയോട് ഒട്ടിച്ചേർന്ന് സ്വർഗ കിരീടത്തിന് അവകാശികളായവരുടെ കൂട്ടായ്മയാണ് വിജയസഭ എന്ന് പറയുന്നത്. ഈ സഹനസഭ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആരാണ് സഹനസഭ? സഹനസഭ ശരിയാണ്, ശുദ്ധീകരണാത്മാക്കളാണ്. അവർ ഈ ഭൂമിയിൽ നിന്ന് അവർ വേർപിരിഞ്ഞു, ശരീരത്തിൽ നിന്ന് അവർ വേർപിരിഞ്ഞു. അവിടെ ആത്മാവ് ദൈവസന്നിധിയിലേക്ക് പോയി കർത്താവിൻ്റെ വിധി അവർ സ്വീകരിച്ചു. പക്ഷേ അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ യോഗ്യതയില്ല. പക്ഷെ നരകത്തിലേക്ക് അവർ തള്ളിക്കളയാൻ മാത്രമുള്ള പാപം അവരുടെ കയ്യിലില്ല, അവിടെ ആത്മാവിലില്ല. അതുകൊണ്ട് അവർ സഹനത്തിലൂടെ അങ്ങനെ കടന്നു പോകും. സഹനത്തിലൂടെ ആത്മാവ് വിശുദ്ധീകരിക്കപ്പെടും. ഒരു സഹന സഭയാണ്. അങ്ങനെയാണെങ്കിൽ സമരസഭ എന്ന് പറയുന്നത് ആരാണ്? അത് നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഒരു സമരം ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തിനോടാണ് സമരം ചെയ്യേണ്ടത്? നമ്മൾ നമ്മോട് തന്നെ സമരം ചെയ്യണം. നമ്മുടെ ശരീരത്തോട് സമരമുണ്ട്, നമ്മുടെ ദുരാശകളോട് സമരമുണ്ട്. അതുകൊണ്ട് ഈ സമരം ചെയ്ത് വേണം പുണ്യപ്രാപ്തി നമ്മൾ സ്വന്തമാക്കാനായിട്ട്, പുണ്യയോഗ്യത സ്വന്തമാക്കാനായിട്ട്. നമ്മൾ ഈ ജീവിതത്തിലായിരിക്കുമ്പോൾ, ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഒരു ആത്മീയ സമരത്തെ പറ്റി നമ്മൾ നടത്തേണ്ടതായ ആത്മീയ സമരത്തെ പറ്റി കൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന വചനഭാഗമാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫേസോസ്കാർക്ക് ലേഖനം 6-ാം അധ്യായം 10 മുതൽ വചനങ്ങൾ. ആത്മീയ സമരം. ഹല്ലേലൂയ, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, ഈ ആത്മീയ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്കെല്ലാവർക്കും ഒരു ശത്രുവുണ്ട്. നമ്മുടെ ആത്മീയ അഭിവൃദ്ധിയോട് പോരടിക്കുന്ന, നമ്മെ പറ്റിയുള്ള ദൈവിക പദ്ധതികളെ തകിടം മറിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന, വിശുദ്ധിയിലേക്കുള്ള നമ്മുടെ വളർച്ചയെ, സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള നമ്മുടെ യാത്രയെ തകിടം മറിക്കാൻ വേണ്ടി ഒളിഞ്ഞും മറഞ്ഞും സാഹചര്യങ്ങളുടെ വ്യക്തികളൊക്കെ പരിശ്രമിക്കുന്ന ഒരു തിന്മയുടെ അരൂപി, ഒരു ശത്രു നമുക്കെല്ലാവർക്കും ഉണ്ട്. ആ ശത്രുവിനെ പറ്റി ദൈവവചനം കൂടെ നമ്മെ പ്രബോധിപ്പിക്കുന്നുണ്ട്, നമുക്ക് മുന്നറിയിപ്പ് തരുന്നുണ്ട്. എഫേസോസ്കാർക്ക് ലേഖനം 6-ന്റെ 11 സാത്താന്റെ കുടിലതന്ത്രങ്ങൾ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. ഒരുമിച്ച് പറയാവോ? സാത്താന്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. ഹല്ലേലൂയ, യേശുവേ ആരാധന. അപ്പോൾ ആരോടെല്ലാമാണ് നമ്മുടെ യുദ്ധം? ആരോടെല്ലാമാണ് നമ്മൾ സമരം ചെയ്യണത്? നമ്മൾ സമരം ചെയ്യണത് മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല എന്ന് പറഞ്ഞാൽ, മാംസത്തിനും രക്തത്തിനും എതിരായിട്ടെന്ന് പറയുമ്പോൾ മനുഷ്യരോടല്ല നമ്മുടെ യുദ്ധം. നമ്മുടെ വീട്ടിലൊരു പക്ഷെ നമ്മൾ എതിർക്കുന്ന ഒത്തിരി പേരുണ്ടായിരിക്കും, ചിലപ്പോൾ അയൽപ്പക്കാർ എതിർക്കുന്നവർ കുറേ പേരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ, നമ്മുടെ ജോലി സ്ഥലത്തൊക്കെ നമ്മൾ എതിർക്കുന്ന കുറേ പേരുണ്ടായിരിക്കാം. നമ്മെ ഇഷ്ടമല്ലാത്തവർ, നമ്മോട് പോരടിക്കുന്നവർ, നമ്മെ ശത്രുതയോടെ കാണുന്ന അവരോടല്ല നമ്മുടെ യുദ്ധം.
അവരോടല്ല നമ്മൾ സമരം ചെയ്യണം. പിന്നെ ആരോടാ സമരം ചെയ്യണത്? വചനം കൃത്യമായിട്ട് പറയാണ്, ഈ ലോകത്തിൻ്റെ ഈ പ്രഭുത്വങ്ങൾക്ക്, ആധിപത്യങ്ങൾക്ക്, അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്ക്, സ്വർഗീയിടങ്ങളിൽ പോലും വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്ക് തിന്മയുടെ ഒരു ലോകമുണ്ട്, തിന്മയുടെ അരൂപിയുടെ ലോകമുണ്ട്. ആ ലോകത്തിൽ നമ്മുടെ ആത്മാവിനെ എതിർക്കുന്ന തിന്മയുടെ അരൂപികളോടാണ് നമ്മുടെ യുദ്ധം. മനുഷ്യരോടല്ല നമ്മുടെ യുദ്ധം, നമ്മുടെ ബന്ധുക്കളോടോ നാം എതിർക്കുന്നവരോടല്ല നമ്മുടെ യുദ്ധം. നമ്മുടെ യുദ്ധം ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കാണ്. അന്ധകാര ലോകത്തെ അധിപന്മാരോട് മാത്രമല്ല, നമ്മുടെ ഉള്ളിൽ തന്നെ പല തിന്മയുടെ ദുരാശകളുണ്ട്. നമ്മുടെ ആത്മീയ വളർച്ചയോട് പോരടിക്കുന്ന ചില ദുരാശകൾ നമ്മളെല്ലാവരുടെ ഉള്ളിലുണ്ട്. ഈ ദുരാശകളോടാണ് ഓരോ ദൈവ പൈതൽ യുദ്ധം ചെയ്യേണ്ടത്. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൽ മനോഹരമായ സംഭവം കാണാൻ പറ്റും. 17-ാമത്തെ അധ്യായത്തിൽ അത് ഈശോ അന്ത്യത്താഴ വേളയിൽ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന രംഗമാണ്. അന്ത്യത്താഴ വേളയിൽ ഈശോ ശിഷ്യന്മാർക്ക് വേണ്ടി, ശിഷ്യന്മാരുടെ വാക്ക് കേട്ട് ഈശോയിൽ വിശ്വസിക്കാൻ പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന രംഗമാണ്. 17-ാം അധ്യായം 15-ാമത്തെ വചനത്തിൽ കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. അത് പിതാവായ ദൈവത്തോടെ പ്രാർത്ഥിക്കേണ്ടത്, പിതാവായ ദൈവമേ, ലോകത്തിൽ നിന്ന് അവരെ എടുക്കണമെന്നല്ല. അവരെന്ന് പറയുമ്പോൾ ശിഷ്യന്മാരെ അവർ ലോകത്തിൽ എടുക്കണമെന്നല്ല, പിന്നെയോ ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ദുഷ്ടനിൽ നിന്ന്, തിന്മയുടെ അരൂപികളിൽ നിന്ന്, പൈശാചിക ആക്രമണങ്ങളിൽ നിന്ന്, പിശാചിൻ്റെ പദ്ധതികളിൽ നിന്ന് എൻ്റെ മക്കളെ കാത്തുകൊള്ളണമേ എന്നാണ് ഈശോ അന്ത്യത്താഴ വേളയിൽ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 5-8 വചനത്തിൽ പത്രോസ് ദൈവമക്കളെ കർത്താവിൻ്റെ സഭ ഇങ്ങനെ പ്രബോധിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. വിശ്വാസത്തിൽ ഉണർന്ന് നിങ്ങൾ അവനെ എതിർക്കുവിൻ. ഒരുമിച്ച് പറയാവോ? പത്രോസ് എഴുതിയ 1-ാം ലേഖനം 5-ാമത്തെ വാക്യം. നിങ്ങൾ ശത്രുവായ പിശാച്, അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ. ഒന്നുകൂടെ പറയാ, വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ. വീണ്ടും യാക്കോബ് എഴുതിയ ലേഖനം 4-7 വാക്യം. പിശാചിനെ ചെറുത്തു നിൽക്കുവിൻ, അപ്പോൾ അവൻ നിങ്ങൾ ഓടിപ്പോയിക്കോളും. പിശാചിനെ അവനെ ചെറുത്തു നിൽക്കുവിൻ, അവന്റെ പ്രലോഭനങ്ങളെ ചെറുത്തു നിൽക്കുവിൻ, അപ്പോൾ പിശാച് നിങ്ങൾ ഓടിപ്പോയിക്കോളും. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന.